ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹയാത്സ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കാഫ്രിലാണ്. ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1.5 കഷ്ണം ഇഞ്ചി, 10 മുതൽ 12 അല്ലി വെളുത്തുള്ളി, 8 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 6 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ഒരു വലിയൊരു ടേബിൾ സ്പൂണ് കസൂരി മെത്തി, കറുവാപ്പട്ട, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം. ഇവിടെ ഞാൻ 8 കഷ്ണം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ കാഫ്രയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഫസ്റ്റ് വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, പച്ചമുളക്, മല്ലിയില, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഗ്രാമ്പൂ, കുരുമുളക്, കസൂരി മേത്തി നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനെക്കൊണ്ട് കുറച്ചുകൂടി പണിയുണ്ട്. പിന്നെ കറുവാപ്പട്ട, ആവശ്യത്തിനുള്ള ഉപ്പും. നമുക്ക് വേണമെങ്കിൽ പിന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. കുറച്ച് ക്രീമി ആയിട്ട് ആയിക്കോട്ടെ. ഇതാക്കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വരണം. ഇനി നമുക്ക് നമ്മളുടെ അരച്ച് വെച്ച മസാല നമ്മളുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ മസാല നല്ലോണം പിടിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ മസാലയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ആവേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മതിയാവും. വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിൽ കസൂരി മേത്തി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം നമുക്ക്. അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച ആ ചിക്കനിലേക്ക് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാവുമ്പോൾ നമ്മളുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമ്മൾ 1 മണിക്കൂർ മൂടി വെച്ചിട്ട്
വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് പാത്രം തുറന്നു നോക്കിയാൽ നമുക്ക് കാണാം ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നത്. ഇതാ കണ്ടില്ലേ? ഇനി ഇത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചിക്കനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സ്പൈസി ചിക്കൻ കാഫ്രയിൽ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളിത്തണ്ട് അഥവാ സ്പ്രിംഗ് ഒനിയൻ ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ്റെ മേലെ ഗാർണിഷ് ചെയ്തേക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു